നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ എല്ലാ കൊല്ലവും ഞാനിന്ന് പറയുന്ന വിഷയം 2026 പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷ വീഡിയോ ഇടാറുണ്ട്. പുതുവർഷത്തിൽ മാത്രമല്ല, എല്ലാ മാസവും, എല്ലാ ആഴ്ചയും, അതേപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഞാൻ മാസഫലം ഇടാറുണ്ട്, വാരഫലം ഇടാറുണ്ട്, അതുപോലെ തന്നെ വർഷഫലവും. അങ്ങനെ എല്ലാ വർഷവും പുതുവർഷത്തിൽ ഞാൻ വർഷഫലം ഇടുന്നുണ്ട്. പലവരും എന്നെ അത് കണ്ടിട്ട് എന്നെ വിളിക്കാറും അഭിപ്രായങ്ങൾ പറയാറുമുണ്ട്, കമന്റുകൾ ഇടാറുമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ആ അനുമോദനങ്ങളും അതേപോലെ തന്നെ ആ കമന്റുകളും എല്ലാം എൻ്റെ ചാനലിന്റെ മുന്നോട്ടുള്ള പോക്കിന് അത് സഹായകരമാണ്. അപ്പൊ എല്ലാവർക്കും, അങ്ങനെ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഈ വർഷം ഈ പുതുവർഷത്തിൽ പറയുന്ന നക്ഷത്രഫലം, ഞാൻ തിരുവാതിര നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ തിരുവാതിര നക്ഷത്രക്കാരെ പറ്റി പറയുന്നതിന് മുമ്പ് 1-2 വാക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത്, എൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്നും മുഴുവനായിട്ട് കാണുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ മിക്കവരും ചിലവര് ഇത് വീഡിയോ നോക്കിയിട്ട് ചിലപ്പോൾ ഒന്ന് ഓടിച്ചൊക്കെ നോക്കി പോകുന്നവരും, അല്ലെങ്കിൽ മിക്കവരും ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞവരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അതിന്റെ ഒരു അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ സാരാംശം, അതിന്റെ മുഴുവനും കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ച് എന്തെങ്കിലും കേൾക്കാനല്ലേ സാധിക്കുള്ളൂ. അത് പോരാ. നിങ്ങൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യാവസാനം വരെ ഇത് കാണണം. എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും വീഡിയോ ആദ്യാവസാനം വരെ കാണാൻ ശ്രമിക്കണം എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. 2026 പുതുവർഷത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനത്താൽ ഉണ്ടാവുന്ന ഒരു ഗോചരഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളും വന്നു ചേരും. ഓരോ വർഷത്തിലും, അല്ലെങ്കിൽ ഓരോ മാസത്തിലും, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും, അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും ഓരോരോ കാര്യങ്ങൾ വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനത്താലാണ്. ഓരോ ഗ്രഹങ്ങളും ഗോചരപരമായി തരുന്ന ആ ഫലം, അത് നമ്മൾക്ക് ഓരോ നക്ഷത്ര ജാതകനും അത് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുമ്പോഴുണ്ടാകുന്ന ഗോചരഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഇത് പൂർണ്ണമാകണമെന്നുണ്ട് നിങ്ങളുടെ ഗ്രഹനിലയും നിങ്ങളുടെ ജന്മസമയവും ഒക്കെ ഒത്തുകൂടി ഒത്തു നോക്കിയാലേ അത് പൂർണ്ണമാകുള്ളൂ. എന്നിരുന്നാലും ഇതൊരു സാമാന്യമായ ഫലമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും 4 ഗ്രഹങ്ങളാണ് ഗോചരപരമായിട്ട് കൂടുതൽ ഫലം തരുന്നത്. മറ്റ് ഗ്രഹങ്ങളും തരും, എന്നാലും 4 ഗ്രഹങ്ങൾ. അതിലേതൊക്കെയാണ്? വ്യാഴം, ശനി, രാഹു, കേതുക്കൾ. ഈ 4 ഗ്രഹങ്ങൾ ജ്യോതിഷപരമായിട്ട് ഓരോ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ഉണ്ടാവുന്ന ആ ഗോചരഫലം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഗോചരഫലമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതും തിരുവാതിര നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. തിരുവാതിര നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ജന്മരാശിയിലും
2026 ജൂൺ 2 ശേഷം വ്യാഴം 2-ലും ശനി 10-ലും രാഹു കേതുക്കൾ 9-ലും 3-ലും വരുന്ന ഒരു കാലവും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് ഈ സമയം 2026. അപ്പൊ 2026 തുടക്കത്തിൽ തന്നെ വേഴം ഒരു രാശിയിലാണെങ്കിൽ അത് കഴിയുമ്പോൾ ആ രാശി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജന്മരാശിയിലും അതിനുശേഷം ഈ നക്ഷത്രക്കാർക്ക് വേഴം ജന്മരാശിയിലും ജൂൺ 2 ശേഷം 2-ലും വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവരെ സംബന്ധിച്ച്. അപ്പോ വേഴത്തിന്റെ ഈ മാറ്റം, വേഴം സർവേശ്വര ഗ്രഹമാണ്, ധനകാരകനാണ്. അപ്പൊ ധനകാരകൻ ധനസ്ഥാനത്ത്, 2 ധനസ്ഥാനമാണ്. അപ്പൊ ധനസ്ഥാനത്തേക്ക് വേഴം വരികയാണ്. അപ്പോ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജൂൺ 2 ശേഷം ധനപരമായി വളരെ ഉയർച്ച കിട്ടുന്ന ഒരു സമയവും കൂടി ആയിരിക്കും. അപ്പൊ അതൊക്കെ ആ ഗ്രഹത്തിന്റെ രാശിമാറ്റം അനുസരിച്ചാണ് വന്നു ചേരുന്നത്. അതേപോലെ തന്നെ ശനി 10-ൽ നിൽക്കുന്നതിന്, 10 എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മഭാവം. അപ്പൊ കർമ്മഭാഗത്ത്, കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമാണ്. ആ പ്രവൃത്തിയുടെ ഭാഗത്താണ് ശനി നിൽക്കുന്നത്. രാഹു കേതുക്കൾ 9-ലും 3-ലുമാണ്. അപ്പൊ രാഹു 9-ലും കേതു 3-ലുമാണ് വരുന്നത്. അപ്പൊ 9, 3, 6, 11 ഈ ഭാഗങ്ങളിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും. 3, 6, 11 ഇവിടെ രാഹുകേതുക്കൾ 9-ലും 3-ലുമാണ്. അപ്പൊ അവരിൽ നിന്നും ചില ദോഷാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവും. പിന്നെ ശനി 10-ൽ കർമ്മഭാഗത്തും വരെയാണ്. അങ്ങനെയും ചില ദോഷങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുമെങ്കിലും പൊതുവെ വേഴത്തിന്റെ ആനുകൂല്യം, വേഴം സർവേശ്വര ഗ്രഹമാണ്. വേഴം പ്രസാദിച്ചാൽ മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രസാദിച്ചെന്നാണ് അർത്ഥം. മനസ്സിലായോ? വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും നമ്മളെ പ്രസാദിക്കും എന്ന ഒരു ആപ്തവാക്യമുണ്ട്. അതുകൊണ്ട് വേഴത്തിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക്. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം എല്ലാം കൊണ്ടും ഗുണമുള്ള ഒരു വർഷമായിട്ട് തന്നെ അതിനെ കാണണം. അപ്പൊ ഈ ശനിയുടെ നിപ്പും രാഹുകേതുക്കളുടെ നിപ്പും ഇങ്ങനെയാണെങ്കിലും പൊതുവെ നിങ്ങൾക്ക് ഈ വർഷം ഗുണമുള്ള ഒരു വർഷമായിട്ട് അതിനെ കാണാൻ സാധിക്കും. വർഷമാണ്. പൊതുപ്രവർത്തകർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇവർക്ക് ഗുണാധിക്യം കിട്ടുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയക്കാർക്ക്, അതേപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ 2026 ശ്രേയസ്കരമായ ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് പല ഭാഗത്തു നിന്നും സഹായഹസ്തങ്ങൾ ഇവരുടെ നേരെ വരും. പല നേട്ടങ്ങളും ഇവർ ഉദ്ദേശിക്കാത്ത ചില സ്ഥലത്തു നിന്ന് തന്നെ ഇവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവും. ഇവരൊരിക്കലും മനസ്സിൽ അവർ എങ്ങനെ കരുതിയിട്ടുണ്ടാവില്ല ആ ഭാഗത്തുനിന്ന് എനിക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചേരുമല്ലോ. അങ്ങനെ ഇവർക്ക് അതേപോലെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക്. അപ്പൊ പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് 2026 ഗുണം തന്നെയാണെന്ന് പറയാം. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കച്ചവടക്കാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് വ്യാപാരികളെ സംബന്ധിച്ചോ, വ്യാപാരി, കച്ചവടം, ഇതൊക്കെ ഇവരെ പലതും പല വിധത്തിലാണല്ലോ. അപ്പൊ ബിസിനസ്, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പൊതുവെ ഇവർക്ക് ഗുണകരമായ ഒരു വർഷമാണ് ഇവിടെ കാണുന്നത്. സ്ത്രീകൾക്ക് ശ്രേയസ് ഉണ്ടാകുന്ന വർഷമാണ്. അവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ 2026. അപ്പൊ അവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടുന്ന ഒരു സമയവും കൂടിയാണ് സ്ത്രീകളെ സംബന്ധിച്ച് 2026. ധനാഗമ മാർഗങ്ങൾ ഇവർക്ക് മുൻപിൽ തുറന്നു വരുന്ന ഒരു സമയവും കൂടിയാണ്. ധനാഗമങ്ങൾ, അതായത് പണം, അത് പല ഇടപാടുകളിൽ കൂടി ഇവർക്ക് ധനം ഇവരുടെ കൈവശം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് ഈ 2026.
അപ്പൊ ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തുറന്നു കിട്ടുന്ന ഒരു സമയം. കർമ്മരംഗത്ത് ഇവരെ തേടി ചില കാര്യങ്ങൾ എത്തും. അപ്പൊ ശനി 10 കർമ്മത്തിലാണ്, തടസ്സം ഉണ്ടാകും. ശരിയാണ്, എല്ലാ സമയത്തും ശനി നമ്മളെ തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയൊന്നുമില്ല. വേഴത്തിന്റെ ആനുകൂല്യം അവിടെ ഉണ്ടല്ലോ. വേഴത്തിന്റെ ആനുകൂല്യം ഇവർക്ക് ഗുണം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സർവേശ്വര ഗ്രഹമാണ് വേഴം. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേഴത്തിന്റെ ഗുണം ഇവർക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ശ്രേയസ്സും പുരോഗതിയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026. കുടുംബ പുഷ്ടിയുണ്ടാവും, ഗ്രഹപുഷ്ടിയുണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കർമ്മരംഗത്തുള്ള വിജയങ്ങൾ, അതായത് ശനിയുടെ കർമ്മരംഗത്തുള്ള നിൽപ്പ് ശരിയാണെങ്കിലും വേഴത്തിന്റെ ആനുകൂല്യം കൊണ്ട് അതിനെ നമുക്ക് തടഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ കർമ്മരംഗത്തുള്ള വിജയങ്ങളും ഇവരെ തേടി വരുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ചെയ്യുന്ന പ്രവർത്തികളുടെ ഒരു ആത്മവിശ്വാസം, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അതെനിക്ക് വിജയിക്കും, അല്ലെങ്കിൽ അതെനിക്ക് കാര്യങ്ങൾ നേടിത്തരും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവരെ സംബന്ധിച്ച് എപ്പോഴും ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ് 2026. മാതൃജന സഹകരണം കിട്ടാവുന്ന വർഷമാണ്. മാതൃജൻ, അതായത് അമ്മ വഴി പല വിധത്തിലുള്ള സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാം ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമായിരിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു വർഷമാണ്. നല്ല വിധത്തിലുള്ള ഒരു ആത്മബന്ധം സുഹൃത്തുക്കളുമായിട്ട് അത് ദൃഢതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വർഷമാണ് 2026. കാര്യവിജയങ്ങളും കാര്യനേട്ടങ്ങളും കാര്യപ്രാപ്തിയും ഇവർക്ക് ഉണ്ടാവുന്ന വർഷമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് 2026. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് അത്ര മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതി ആയിരിക്കില്ല. ഇവര് കഠിനമായി അധ്വാനിക്കും, അല്ലെങ്കിൽ കഠിന പ്രയത്നം ചെയ്യും, എങ്കിലും ശരീരം ശ്രദ്ധിക്കാതെ വരും. അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ആരോഗ്യരംഗം നിങ്ങൾ അത് പുഷ്ടിപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ആരോഗ്യപരമായി ശ്രദ്ധിക്കണമെന്ന്, അതായത് ചെറിയ ഒരു അസുഖങ്ങളോ അതേപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വന്നാൽ അതിന് നിസ്സാരമായി കാണാതെ അതിന് അപ്പോഴപ്പോൾ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട മരുന്ന് കഴിച്ചാൽ അത് മാറിപ്പോ അപ്പൊ തന്നെ അത് പോകും. അത് പിന്നത്തൊക്കെ വെച്ച് അത് ഇങ്ങനെ വലുതായി പിന്നെ അതൊരു ബുദ്ധിമുട്ട് കാര്യത്തിൽ എത്തുന്നവരെ വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ ചില പ്രവർത്തികളിൽ തടസ്സം നേരിടേണ്ടതായിട്ടും ഇവർക്ക് വരും. ഞാൻ പറഞ്ഞില്ല, ശനി 10 ശനി 10 ശനി 10 എന്ന് പറഞ്ഞാൽ എന്താ, കർമ്മഭാഗമല്ലേ. കർമ്മഭാഗത്തുള്ള ശനി ചില സമയത്ത് നമുക്ക് തട്ടുതരും ഇല്ലേ. അതായത് എപ്പോഴും ശനി ഇങ്ങനെ നമ്മളെ തട്ടിക്കൊണ്ടിരിക്കുകയില്ല, അതിനൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ വേഴത്തിന്റെ ആനുകൂല്യം നമ്മുടെ മുന്നിൽ കാണണം. അപ്പൊ അതുകൊണ്ട് ഈ ശനിനെ ഒന്ന് തടഞ്ഞൊക്കെ നിർത്താനൊക്കെ വേടം വിചാരിച്ചാലൊക്കെ നടക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വേഴത്തിന്റെ ആനുകൂല്യത്താൽ ആ കർമ്മരംഗത്തുള്ള ആ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ, ആ തടസ്സങ്ങൾ വരുമ്പോൾ മാറ്റി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. മനസ്സമാധാനവും സന്തോഷവും ഇവർക്ക് കിട്ടും. കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചെലവഴിക്കാനും അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്ര പോകാനും വേഴം വേണമല്ലേ. അപ്പൊ തീർത്ഥയാത്ര ഒക്കെ പോകാനായിട്ടൊക്കെ വേഴത്തിന്റെ ആനുകൂല്യം ഉണ്ടാവും. വേഴം ഈശ്വര ഇതല്ലേ, സർവേശ്വര ഗ്രഹമല്ലേ. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചിന്ത വരുന്ന സമയവും ഈ വേഴത്തിനെ കൊണ്ട്.
അപ്പൊ അങ്ങനെയുള്ള ഒക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ മനസ്സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലുള്ള ചിന്തയും ദേവാലയ ദർശനവും പുണ്യസ്ഥല ദർശനവും തീർത്ഥയാത്രയും അതുകൂടാതെ ഉല്ലാസയാത്ര പോകാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. അതുകൂടാതെ തന്നെ ശത്രുപീഡകളിൽ നിന്നും ഇവർ രക്ഷപ്പെടും. ശത്രുവിന്റെ ആ ശത്രുപീഡകളുണ്ട്, അതിൽ നിന്ന് ഇവർക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. ചില ശത്രുപീഡകൾ ഉണ്ടാവും. ഇവർ രാഹു 9-ലാണല്ല, കേതു 3-ലുമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമയത്തുള്ള ആ ദോഷം 3-ലെ കേതു അത്ര ദോഷമൊന്നും തരില്ല. എന്നാൽ 9-ലെ രാഹു ഭാഗ്യസ്ഥാനത്താണ് രാഹു. അപ്പൊ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ചില തട ഒക്കെ വന്നെന്ന് വരും. അപ്പൊ ചില ശത്രുക്കൾ മുഖാന്തരം ആയിരിക്കുള്ളൂ അങ്ങനെയൊക്കെ വരാൻ സാധ്യത. അപ്പൊ ശത്രുപീഡകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും അല്ലെങ്കിൽ ആ ശത്രുക്കളെ നേരിടാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും ഈ വർഷം. ഇപ്പൊ 2026 തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല സമയമാണ്. ഈശ്വര ചിന്തകൾ ഇവർക്ക് തുണയാകുന്ന ഒരു സമയവും കൂടിയാണ്. ഈശ്വര ചിന്തകൾ ഇവർക്ക് തുണയാകും. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് സർവേശ്വരന്റെ അനുഗ്രഹം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ പുതുവർഷ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും എനിക്ക് കിട്ടണം, എനിക്കുണ്ടാകണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഒരു സഹകരണങ്ങളും കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ ഇത്ര വരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. മേലിലും നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.